ക്ഷേത്രാങ്കണത്തിൽ ഭജനയ്ക്കൊപ്പം ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ മതേതര വിഭാഗത്തിൽ പെട്ടിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസ് ആണ്. അവരെ പറ്റി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനും നിങ്ങളും ഒക്കെ ഇവരുടെ ഒരുപാട് ഭജനകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എനിവേയ്സ്, നമുക്ക് വിവാദത്തിലോട്ട് വരാം. ഈ വിവാദത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ കുറേ ആൾക്കാർ പറയും BJP വന്നതുകൊണ്ടാണ്, സംഘപരിവാർ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഇതിൻ്റെ ഉള്ളിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഞങ്ങൾ മാത്രം അങ്ങനെ അത് ചെയ്യുന്നില്ല എന്നൊരു കാര്യം കേരളത്തിലെ വലിയൊരു ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റി തീരുമാനിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അവർക്കുള്ളിൽ ഉണ്ടായി തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ്. ഇതുണ്ടായതിന് കൃത്യമായിട്ടുള്ളൊരു റീസൺ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ടായതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം കേരളത്തിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ശബരിമല ഇഷ്യൂ, ഓഫ് കോഴ്സ് ശബരിമല ഇഷ്യൂ ആണ്. ഈ ശബരിമല ഇഷ്യൂവിന് മുമ്പും അതിന് ശേഷവുമുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലൊരു വലിയ വിഭാഗം ആളുകളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അത് വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു 10 കൊല്ലം മുമ്പാണ് നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയിരുന്നതെങ്കിൽ അതൊരിക്കലും ഒരു വിവാദമാവില്ലായിരുന്നു. ഇനി ഞാൻ ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയും. അതായത് ഈ സെക്യുലറിസം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എന്ന ആളുകൾ എങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതിന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. വീടിൻ്റെ അടുത്തുള്ള ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ വീട്ടുകാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും, അതുപോലെ തന്നെ വീടിൽ നിന്ന് ഓടി വരാൻ പറ്റുന്ന, വീട്ടുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കാൻ പറ്റുന്ന, കുട്ടിയുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ വീട്ടുകാരെ കൊണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു അത്. അപ്പം ഈ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആർക്കും ചെറുപ്പത്തിൽ നമ്മളിന്നും വീട്ടിൽ ഈ മതം പഠിപ്പിച്ചു തന്ന് വളർത്തിയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇനീഷ്യലി അത്ര പെട്ടെന്ന് മനസ്സിലാവാത്ത, എന്നാൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കുറേ ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിവേയ്സ്, ഞാൻ 1-2 ചെറിയ ഇൻസിഡൻസ് പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസൊക്കെ നല്ല വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ്. എന്തൊക്കെ ചെയ്താലും അവരെ വിശ്വാസത്തെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഏലസ് നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഏലസ് നിറച്ചിടുക എന്ന് പറയുമ്പം ഈ ഗുരുവായൂരപ്പൻ്റെയൊക്കെ മുഖമുള്ള, 2 സൈഡിൽ മുഖമുള്ള ഒരു വട്ടത്തിലുള്ള ഒരു ലോക്കറ്റിൻ്റെ നടുക്കിലാണ് ചക്രം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിറച്ചിട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത് എൻ്റെ കഴുത്തിൽ കിടപ്പുണ്ട്. സ്കൂൾ യൂണിഫോം ഒക്കെ ഇടുമ്പോൾ യൂഷ്വലി ഇത് ആർക്കും കാണാനൊന്നും പറ്റില്ല, ഷർട്ടൊക്കെ ആണല്ലോ. വൺസ് ഞങ്ങൾ എന്തോ ഹോംവർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മാല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ, പുള്ളിക്കാരത്തി ഒരു അധ്യാപികൻ കൂടിയായിരുന്നു, അവരെൻ്റെ കഴുത്തിൽ നിന്ന് ഈ സാധനം കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഓ, ഇതൊക്കെ ഇട്ടിട്ടാണോ നിങ്ങൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഡയലോഗ്സ് പറഞ്ഞത്, ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് മാത്രമല്ല, അതിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഐ തിങ്ക് ഇതാരാ അടിച്ചിറക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേയ്സ്, അതിൻ്റെ ഉള്ളിൽ മുഴുവനുള്ളത് മതപരമായിട്ടുള്ള രീതികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ റിലീജിയൻ്റെ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഐ തിങ്ക് അതിൻ്റെ പേര് ലില്ലിപ്പൂക്കൾ, കിന്നരിപ്പൂക്കൾ, അങ്ങനെ സംതിങ് ഒക്കെയാണ്. ഈ ബുക്സൊക്കെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി എനിക്ക് തന്നുവിടാൻ മാത്രമല്ല, ഇതൊക്കെ വരുത്തണം, ഇതിനൊക്കെ പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തന്നു വിട്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് കത്തെഴുതി കൊടുക്കുന്ന സിറ്റുവേഷനൊക്കെ, മേലാൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് വിട്ടേക്കരുത്, ഇതൊന്നും പഠിപ്പിക്കാനല്ലല്ലോ വിടുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ചെറിയൊരു നോട്ട് എൻ്റെ പാരൻറ്റ് സ്കൂളിലോട്ട് കൊടുത്തു വിട്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഇതിലും അപ്പുറത്തും ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊരു പള്ളി കണ്ടാൽ, അല്ലെങ്കിൽ അവിടെ ദൈവമാണല്ലോ ഉള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കും, തൊഴും. അതേപോലെ തന്നെ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല, അമ്പലം കണ്ടാലും നമ്മൾ തൊഴും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നേരെ തിരിച്ച് ഇങ്ങനെയുള്ള റെസ്പെക്റ്റ് അവരിൽ നിന്നും കിട്ടിയതായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലില്ല. സോ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ പ്രായം തൊട്ട് തന്നെ ചില ആളുകൾ നന്നായിട്ട് ചെയ്യേണ്ടതും ചില ആളുകൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന് പിൽക്കാലത്ത് ഒരു കോളേജ് ഒക്കെ പ്രായമൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിവേയ്സ്, നമ്മളതിന് റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. നമുക്ക് എല്ലാ മതത്തിലും പെട്ടിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും നമ്മൾ എല്ലാ കാലത്തും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇടപഴകിക്കൊണ്ടിരുന്നത്. പക്ഷേ സമീപകാലത്ത് ഇതുപോലെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഈ ശബരിമല ഇഷ്യൂലൊക്കെ സംഭവിച്ചതുപോലെ ഇത് കമ്മ്യൂണിറ്റിക്ക് മാത്രം,
അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് മാത്രം ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പം അവരുടെ വിശ്വാസത്തിനെ ഭയങ്കരമായിട്ട് ഹനിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് പോലും ഇറങ്ങുന്ന രീതിയൊക്കെ ആയപ്പം അത്രയും നാൾ മതേതരത്വമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഇത് തൽക്കാലം വേണ്ട എന്നുള്ള രീതിക്ക് തിരിഞ്ഞു എന്നതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്ന വിവാദങ്ങളൊക്കെ. അതിപ്പം ഈ ഒരു വെണ്ണയുണ്ടെന്ന കണ്ണന് പകരം നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ കുഴിമന്തി കഴിക്കുന്ന കൃഷ്ണൻ അത്ര ഭീകരമായിട്ടുള്ള ഒരു ചർച്ചയായി മാറിയതും നല്ല ഭീകരമായിട്ടുള്ള രീതിയിലൊരു കമ്മ്യൂണിറ്റി റിയാക്ട് ചെയ്തതും ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് ക്ഷേത്രപ്പറമ്പിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയപ്പോൾ അവർ അതേ നാണയത്തിൽ തന്നെ റിയാക്ട് ചെയ്തതുമൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് കുറേ കാലം ഇതൊക്കെ സഹിച്ച ഒരു കമ്മ്യൂണിറ്റി ഇനി ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ. അല്ലാണ്ട് ഇതൊരു പർട്ടിക്കുലർ എന്താ പറയുക പൊളിറ്റിക്കൽ പാർട്ടീൻ്റെതായിട്ടുള്ള ഒരു ക്രിയേഷൻ ഒന്നും അല്ല. ഇതേ വർത്താനം പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. പലയിടത്തും ഇത് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുമായിട്ട് നമുക്ക് എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ബന്ധമില്ല എന്ന് നമുക്കറിയാവുന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള വർത്താനങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയും ചെയ്യും. അതെന്താ, പള്ളിയിൽ അങ്ങനെ ഒരു കാര്യം പാടാൻ സമ്മതിക്കുമോ? നമ്മളുടെ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരത് ചെയ്യാൻ സമ്മതിക്കുമോ? അവരുടെ അവിടെ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇവരിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇവർ വളരെ ഉറക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഈ മതേതരത്വം, ഞാൻ ആദ്യം ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇന്ത്യ റിലീജിയസ്ലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. സോ നിങ്ങൾ മതേതരത്വം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഫോളോ ചെയ്യണം. അതല്ലാതെ ഒരു ആൾക്കാർ മാത്രം എല്ലാതും ഫോളോ ചെയ്യുന്നു എന്നൊരു തോന്നൽ, ചെറിയൊരു തോന്നലെങ്കിലും അവർക്കുണ്ടായാൽ സ്വാഭാവികമായിട്ടും അവരതിനോട് റിയാക്ട് ചെയ്യും. അതിനുള്ള കുറേ കാര്യങ്ങൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ശബരിമല ഇഷ്യൂവിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആളുകൾ പോളറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കിയും കണ്ടൊക്കെ വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ആൾക്കാരും പെരുമാറാൻ, ഇൻക്ലൂഡിങ് ഞാൻ അടക്കമുള്ള നമ്മളെല്ലാ ആൾക്കാരും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം വളരെ ഭംഗിയായിട്ട് ചിന്തിച്ച് ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചും കണ്ടും വേണം പെരുമാറാനായിട്ട്. അതല്ലെങ്കിൽ വിവാദങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുണ്ടാക്കുന്ന സമയത്ത് അവരെ വർഗീയവാദികളിൽ നിന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഓൾറെഡി എന്താ പറയുക, അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെന്ത് വിളിച്ചാലും അവരതിനെ മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പേഴ്സണലി ചിലരോടൊക്കെ സംസാരിച്ചപ്പം ഞാൻ ഈ ഒരു കാര്യമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെയായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുള്ളതും. സോ മതേതരത്വം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലായിടത്തും ഒരുപോലെ വരുന്നൊരു കാര്യമായിരിക്കണം. അല്ലാതെ ഒരിടത്ത് മാത്രം അത് കൊണ്ടു ചെല്ലാൻ ശ്രമിച്ചാൽ ഓഫ് കോഴ്സ് ഇനി ആ ആളുകൾ പ്രതികരിച്ച് തുടങ്ങും. കാരണം അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പിനെ കുറിച്ചിട്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന തോന്നലുണ്ടായിട്ടുണ്ടായിരിക്കാം. സോ ബി കെയർഫുൾ. നമുക്ക് മതേതര വിവാദങ്ങളൊക്കെ കുറച്ച് മതി എന്ന് തീരുമാനിക്കണമായിരിക്കും നല്ലത്.